ഈ ഗ്രാമത്തിന് ഇത് എന്ത് പറ്റി? കൂട്ടത്തോടെ പറന്നെത്തുന്ന പക്ഷികൾ കെട്ടിടങ്ങളിലും അതിൻ്റെ തറകളിലും തൂണുകളിലുമൊക്കെ ഇടിച്ച് താഴെ വീഴുകയും മരണപ്പെടുകയും ചെയ്യുന്നത് ഇവിടെ പതിവാണ്. വൈകിട്ട് 6 മണി മുതൽ 10 മണി വരെയുള്ള സമയത്തിനിടെയാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുക. എന്താണ് ഈ പ്രതിഭാസത്തിന് പിന്നിൽ? ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഈ പ്രതിഭാസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ഒരു നാൾ ഒരിടത്ത്. കാണാൻ വളരെ സുന്ദരമായ പ്രദേശം, പ്രകൃതി ഭംഗിയും ജൈവ വൈവിധ്യവും കൊണ്ട് സമ്പന്നമായ ഒരു ഗ്രാമം. ലോകത്തിൻ്റെ ശ്രദ്ധയാകർഷിക്കുന്ന തരത്തിലേക്ക് ഇന്ന് ഈ നാട് മാറിയിരിക്കുകയാണ്. പക്ഷികളുടെ ആത്മഹത്യാ മുനമ്പ് എന്ന നിലയിലാണ് ഈ പ്രദേശം ഇന്ന് അറിയപ്പെടുന്നത്. കേൾക്കുമ്പോൾ ആശ്ചര്യം തോന്നുന്ന ഈ പ്രതിഭാസം നടക്കുന്നത് വിദേശ രാജ്യങ്ങളൊന്നുമല്ല, ഇന്ത്യയിൽ തന്നെയാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനമായ ആസാമിലെ ജതിൻഗയിലാണ് ഈ അത്യപൂർവ സംഭവം കണ്ടുവരുന്നത്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് പക്ഷികൾ കൂടുതലായും ഇവിടെ ആത്മഹത്യ ചെയ്യുന്നത്. ആസാമിലെ ഡിമ ഹസാവോ ജില്ലയിലാണ് ജതിൻഗ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. പച്ചപ്പും പ്രകൃതി ഭംഗിയും കൊണ്ട് ആരെയും ആകർഷിക്കുന്ന പർവ്വത നിരകളും കാടുകളും കൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇവിടം പക്ഷി ആത്മഹത്യയ്ക്ക് പേരെടുത്ത സ്ഥലമാണ്. പക്ഷികളുടെ മരണത്താഴ്വര എന്നും ഇവിടം അറിയപ്പെടുന്നു. കൂട്ടത്തോടെ പറന്നെത്തുന്ന പക്ഷികൾ കെട്ടിടങ്ങളിലും അതിൻ്റെ തറകളിലും തൂണുകളിലുമൊക്കെ ഇടിച്ച് താഴെ വീഴുകയും മരണപ്പെടുകയും ചെയ്യുന്നതാണ് ഈ പ്രതിഭാസം. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ കാണപ്പെടുന്ന ഈ സംഭവം കറുത്തവാവ് ദിവസങ്ങളിൽ അതിൻ്റെ പരമോന്നതിയിലെത്തും. നിരവധി വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ഇതേപ്പറ്റി ഗ്രാമവാസികൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുമുണ്ട്. ഈ അപൂർവ പ്രതിഭാസത്തെപ്പറ്റിയുള്ള ശാസ്ത്രീയമായ വിശദീകരണങ്ങളും ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അസമിലെ മഞ്ഞുകാലമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങൾ. കനത്ത മൂടൽമഞ്ഞും മേഘങ്ങളും കാരണം ദിശാബോധം തെറ്റുന്ന പക്ഷികൾ വെളിച്ചത്തിൽ ആകൃഷ്ടരായി ഗ്രാമത്തിലെ വീടുകളുടെ ചുമരുകളിലും മരങ്ങളിലുമെല്ലാം ഇടിച്ചു വീഴുന്നു എന്നാണ് കണ്ടെത്തൽ. കറുത്തവാവ് ദിവസങ്ങളിൽ അന്തരീക്ഷത്തിൽ തീരെ വെളിച്ചമില്ലാത്തതാണ് മരണസംഖ്യ കൂടാൻ കാരണം. അനുഭവപരിചയമില്ലാത്ത കുഞ്ഞു പക്ഷികളാണ് കൂടുതലും ഇവിടെ ചത്തു വീഴുന്നത്. വൈകിട്ട് 6 മണി മുതൽ 10 മണി വരെയുള്ള സമയത്തിനിടെയാണ് ഈ പ്രതിഭാസം നടക്കുക. 100 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഈ സംഭവത്തിന് ഇന്നും ജനങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. 45 തരത്തിലുള്ള പക്ഷികളെ ഇങ്ങനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരവും ശക്തിയേറിയ കാറ്റും മഞ്ഞും പക്ഷികളുടെ ലക്ഷ്യബോധത്തെ തിരിച്ചു കാണുമെന്നും ഒന്നും മനസ്സിലാകാത്തവർ വെളിച്ചം കണ്ടിടത്തേക്ക് പറന്ന് നീങ്ങി അവിടുത്തെ ഭിത്തികളിൽ തട്ടി വീഴുന്നതാകാമെന്നും ഗവേഷകർ പറയുന്നു. രാത്രി സമയം ആളുകൾ മുളവടികളുമായി പക്ഷികളെ വേട്ടയാടാനും ഇറങ്ങാറുണ്ടായിരുന്നു. എന്നാൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലൂടെ ഇതിന് കുറവ് വന്നിട്ടുണ്ടെന്നാണ് നിഗമനം. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കെട്ടിച്ചമച്ച കഥയാണിതെന്ന് പറയുമ്പോഴും തങ്ങളുടെ വാസസ്ഥലങ്ങൾ നഷ്ടപ്പെട്ട് ദൂരപ്രദേശങ്ങളിലേക്ക് പോകുന്ന പക്ഷികൾ എങ്ങനെ ഇവിടെ എത്തി ചത്തു വീഴുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല.